അതിരപ്പള്ളി കാലടി പ്ലാന്റേഷൻ പ്രദേശത്ത് മസ്തകത്തിൽ മുറിവേറ്റ ആനയെ വിദഗ്ധ ചികിത്സയ്ക്ക് പിടികൂടാനുള്ള വനപാലകരുടെ ആദ്യ ശ്രമം പാളി. ദൌത്യം വ്യാഴാഴ്ച പുനരാരംഭിക്കും. തൃശൂർ സ്വരാജ് റൗണ്ടിന്റെ ഇന്നർ ഫുട്പാത്ത് നവീകരണം കോർപ്പറേഷനെതിരെ കോടതിയലക്ഷ്യ കേസിന് ഹൈക്കോടതി വീണ്ടും സമീപിക്കാനൊരുങ്ങി പരാതിക്കാരൻ. ഉത്സവാഘോഷങ്ങൾ പ്രതിസന്ധിയിലാകുന്നതിന്റെ ആശങ്കയിൽ പൂരപ്രേമികൾ. ആശങ്ക പരിഹരിക്കാൻ സർക്കാർ ഇടപെടണമെന്ന് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വം. 10 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് യമനിൽ നിന്നും എടക്കുളം സ്വദേശി ദിനേശ് നാട്ടിലെത്തി. കുടുംബവുമായുള്ള ദിനേശിന്റെ കൂടിക്കാഴ്ച വികാരനിർഭരമായി. ജില്ലയിലെ തീരദേശ മേഖലയിലെ അവയവ കച്ചവടം സംസ്ഥാന പോലീസ് കാര്യക്ഷമമല്ലെന്ന് ആക്ഷേപം. കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് മുല്ലശ്ശേരി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് CA ബാബു. മണലൂർ പുത്തനങ്ങാടിയിൽ വീട്ടിൽ തീപിടുത്തം. സാധന സാമഗ്രികൾ കത്തിനശിച്ചു. കൊടുങ്ങല്ലൂർ മൂത്തകുന്നത്ത് ചരക്കുലോറിയും പുനമുച്ചിയിൽ ഒമ്നിവാനും കത്തിനശിച്ചു. ഒരു വിഭാഗം അധ്യാപകരും സർക്കാർ ജീവനക്കാരും നടത്തിയ പണിമുടക്ക് ജില്ലയിൽ ഭാഗികം. സർക്കാർ ഓഫീസിൽ ഹാജർ നില കുറവ്. പണിമുടക്കിയ ജീവനക്കാർ വിവിധ കേന്ദ്രങ്ങളിൽ പ്രകടനം നടത്തി. റഷ്യൻ കൂലിപ്പട്ടാളത്തിലേക്ക് മനുഷ്യക്കടത്ത് നടത്തിയ കേസിൽ അറസ്റ്റിലായ പ്രതികളുമായി വടക്കാഞ്ചേരി പോലീസ് തെളിവെടുപ്പ് നടത്തി. പ്രതികളെ വ്യാഴാഴ്ച കോടതിയിൽ ഹാജരാക്കും. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. അതിരപ്പള്ളി കാലടി പ്ലാന്റേഷൻ പ്രദേശത്ത് മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയ്ക്കായി തിരച്ചിൽ തുടരുന്നു. ദൌത്യം വ്യാഴാഴ്ച പുനരാരംഭിക്കും. മയക്കുവെടി വെച്ച് കൊമ്പനെ പിടിക്കാനുള്ള ശ്രമമാണ് പാളിയത്. മയക്കുവെടി വയ്ക്കുന്നതിന് സുരക്ഷിതമായ സ്ഥലത്തേക്ക് കാട്ടാനയെ മാറ്റാനായിരുന്നു ഫോറസ്റ്റ് ചീഫ് വെറ്ററിനറി ഓഫീസർ ഡോക്ടർ അരുൺ സക്രിയയും സംഘവും ആദ്യം ശ്രമിച്ചത്. ഇതിനായി ശബ്ദം മാത്രം പുറത്തുവരുന്ന പമ്പ് ബ്രോവൽ പ്രയോഗിച്ചു. ഇതിന്റെ ശബ്ദം കേട്ട് ഭയചകിതനായ ആന പുഴയിലെ തുരുത്തിൽ നിന്നും വേഗത്തിൽ കയറി മറ്റൊരിടത്തേക്ക് പോയി. തുടർന്ന് ഉൾക്കാട്ടിലെത്തിയ ആനയെ ഡ്രോൺ ഉപയോഗിച്ച് കണ്ടെത്താൻ ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല. ഇതോടെ ആദ്യ ദിവസത്തെ ശ്രമം അവസാനിപ്പിക്കേണ്ടി വന്നു. വ്യാഴാഴ്ച വീണ്ടും ഡ്രോൺ പറത്തി നിരീക്ഷണം തുടരുമെന്ന് വാഴച്ചാൽ DFO R ലക്ഷ്മി പറഞ്ഞു. സൈറ്റിംഗ് നമ്മുടെ മിസ്സായി. വാച്ചസിനെ നോക്കുന്നുണ്ട്. കംഫർട്ടബിൾ ആയിട്ട് കുറച്ച് താഴെ ഇറങ്ങി വരാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആൾക്കാരുടെ പ്രസൻസ് കണ്ടപ്പോൾ മേടിക്കുന്നുണ്ട്. നല്ല തിക്കായിട്ടുള്ള ഫോറസ്റ്റ് ആണ്. അപ്പോൾ ഡാർട്ടിങ് ബുദ്ധിമുട്ടാണ്. ഈ നല്ല സ്ഥലമായിരുന്നു ഈ റബ്ബറിൻ്റെ ഇടയിൽ. പക്ഷേ അപ്പോഴത്തേക്ക് ഇപ്പോൾ അത് കയറി പോയത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 1/2 കിലോമീറ്റർ ഉള്ളിലേക്ക് കയറി പോയിട്ടുണ്ട്. സൈറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കുഞ്ഞുങ്ങളെ കൊണ്ടുവരേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ വ്യാഴാഴ്ച ദൌത്യത്തിന്റെ ഭാഗമായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. മാധ്യമപ്രവർത്തകരെ ഒഴിവാക്കും. വെറ്ററിനറി സർജൻ ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിൽ 20 അംഗ സംഘമാണ് ദൌത്യ സംഘത്തിലുള്ളത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ കൊമ്പനാനയെ ഏഴാറ്റുമുഖത്തെ എലിച്ചാണി വനത്തിൽ കണ്ടത്. പിന്നീട് 3 ദിവസം ആന അപ്രത്യക്ഷനായി. തുടർന്ന് ചൊവ്വാഴ്ചയായിരുന്നു ചാലക്കുടി പുഴയിലെ പ്ലാന്റേഷൻ പ്രദേശത്തെ വെറ്റിലപ്പാറ കടവിൽ ആനയെ വീണ്ടും കണ്ടത്. TCV ന്യൂസ്, ചാലക്കുടി. തൃശൂർ സ്വരാജ് റൗണ്ടിന്റെ ഇന്നർ ഫുട്പാത്ത് നവീകരണവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഉത്തരവിനെ പോലും വെല്ലുവിളിക്കുന്ന തൃശൂർ കോർപ്പറേഷനെതിരെ പരാതിക്കാരൻ വീണ്ടും കോടതിയിലേക്ക്. കോടതിയലക്ഷ്യ കേസിന് വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് പരാതിക്കാരനായ അഭിഭാഷകൻ ഷാജി കോടങ്കണ്ടത്ത്. തൃശൂർ സ്വരാജ് റൗണ്ടിലെ ഇന്നർ ഫുട്പാത്തിന്റെ സ്വപ്ന തിയേറ്ററിന് സമീപം മുതൽ തെക്കേ ഗോപുരനട വരെയുള്ള 500 മീറ്ററോളം ദൂരമാണ് കാലങ്ങളായി നവീകരിക്കാതെ കാൽനടയാത്രികർക്ക് സഞ്ചരിക്കാനാവാതെ കിടക്കുന്നത്. ഇത് നവീകരിച്ച് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകനായ അഭിഭാഷകൻ ഷാജി കോടങ്കണ്ടത്ത് 2022 മേയർക്ക് കത്ത് നൽകിയെങ്കിലും തുടർ നടപടിയൊന്നും ഉണ്ടാകാത്തതിനെ തുടർന്ന് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി 2022 പൂരത്തിന് മുമ്പ് അടിയന്തരമായി ഫുട്പാത്ത് നന്നാക്കണമെന്നാവശ്യപ്പെട്ട് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചുവെങ്കിലും കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ NOC ലഭിച്ചില്ലെന്നതടക്കമുള്ള കാരണങ്ങൾ പറഞ്ഞ് കോർപ്പറേഷൻ ഒഴിഞ്ഞുമാറുകയായിരുന്നു. വീണ്ടും കോടതിയലക്ഷ്യ കേസ് നൽകിയപ്പോൾ എത്രയും പെട്ടെന്ന് പണി പൂർത്തിയാക്കുമെന്ന് കോർപ്പറേഷൻ കോടതിയെ അറിയിച്ചെങ്കിലും ഒന്നും നടന്നില്ല. 1 കോടി രൂപ പദ്ധതിക്കായി വകയിരുത്തിയിട്ടുണ്ടെന്ന് കോർപ്പറേഷൻ പറയുന്നുണ്ടെങ്കിലും ടെൻഡർ എടുക്കാൻ ആളില്ലെന്ന് പറഞ്ഞ് പണി മനഃപൂർവ്വം വൈകിപ്പിക്കുകയാണെന്നും ഇതിനെതിരെ വീണ്ടും കോടതിയലക്ഷ്യത്തിന് പെറ്റീഷൻ നൽകാൻ പോവുകയാണ് പരാതിക്കാരനായ അഡ്വക്കേറ്റ് ഷാജി ജെ കോടങ്കണ്ടത്ത്.
കുട്ടികളുടെ പാർക്ക് മുതൽ ഈ ജോസ് ജംഗ്ഷനിലുള്ള അടിപ്പാത വരെയുള്ള ഫുട്പാത്ത് അവിടെ ടൈൽ വിരിച്ച് നന്നാക്കുന്ന ആവശ്യപ്പെട്ട് 2022 കോർപ്പറേഷൻ മേയർക്ക് പരാതി കൊടുത്തത്. പക്ഷേ യാതൊരുവിധ നടപടിയും അതിനെ സംബന്ധിച്ച് എടുക്കാനെ തുടർന്ന് ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തു. ഹൈക്കോടതി 2022 ഉത്തരവെടുത്ത് അടിയന്തരമായി പരാതിയുടെ ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതിയിൽ അടക്കാല ഉത്തരവുണ്ടായി. ഇത്രയും പെട്ടെന്ന് ഞങ്ങൾ പണി പൂർത്തീകരിക്കുന്നു. കോടതിയിൽ സത്യവാങ്മൂലം തൃശ്ശൂർ കോർപ്പറേഷൻ സെക്രട്ടറി കൊടുത്തതിനെ തുടർന്ന് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് താൽക്കാലികമായി ഞങ്ങൾ അത് ക്ലോസ് ചെയ്തു. എന്നാൽ ആ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ക്ലോസ് ചെയ്തിട്ട് ഇപ്പോൾ ഫെബ്രുവരി 2024 ക്ലോസ് ചെയ്ത് ഇപ്പോൾ ഒരു കൊല്ലാവാറായി. ഇതുവരെ അതിൻ്റെ ഫണ്ട് വെച്ചത് വിനിയോഗിക്കാൻ സാധിച്ചിട്ടില്ല. അടുത്ത പൂരത്തിന് മുമ്പെങ്കിലും തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ആ ഫുട്പാത്തിൻ്റെ ഔട്ടർ ഫുട്പാത്തിൻ്റെ ബാക്കി ഭാഗം അടിയന്തരമായ അറ്റകുറ്റപ്പണി നടത്താനുള്ള ശ്രമം കോർപ്പറേഷൻ നടത്തണം. ഇനി നടത്തിയില്ലെങ്കിൽ ഞങ്ങൾ ആ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് വീണ്ടും പുനരെടുക്കുന്നതാണ്. ഹൈക്കോടതിയിൽ കേസ് നൽകി 3 വർഷം കഴിഞ്ഞിട്ടും പണി നടത്താൻ ആവശ്യമായ യാതൊരു നടപടികളും കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ലെന്നും ഈ വർഷത്തെ പൂരത്തിനു മുമ്പെങ്കിലും നടപ്പാത നന്നാക്കാനുള്ള അടിയന്തര ശ്രമം കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നാണ് പരാതിക്കാരന്റെ ആവശ്യം. TCV തൃശൂർ. ഉത്സവാഘോഷങ്ങൾ പ്രതിസന്ധിയിലാകുന്നതിന്റെ ആശങ്കയിൽ പൂരപ്രേമികൾ. ആശങ്ക പരിഹരിക്കാൻ സർക്കാർ ഇടപെടണമെന്ന് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ. ഉത്സവങ്ങളും പെരുന്നാളുകളും നേർച്ചകളും നടത്തുന്ന ആഘോഷ കമ്മിറ്റികൾ ആശങ്കയിലാണ്. ഓരോ വർഷവും നിയമം കർശനമാക്കുമ്പോൾ നിബന്ധനകൾ ഏറി വരികയാണെന്നും വിവിധ വകുപ്പുകളുടെ അനുമതിക്കായി ഓഫീസുകൾ കയറിയിറങ്ങാനേ നേരമുള്ളൂവെന്നും ആഘോഷങ്ങൾ തടസ്സപ്പെടുന്നുവെന്നും ഇവർ പരാതിപ്പെടുന്നു. ആനയെഴുന്നള്ളിപ്പ്, വെടിക്കെട്ട്, പൂരപ്പന്തലുകൾ, രാത്രിയിലെ ചടങ്ങുകൾ, ഉത്സവങ്ങളോടനുബന്ധിച്ചുള്ള കലാപരിപാടികൾ തുടങ്ങി എല്ലാ മേഖലകളിലും പോലീസിൻ്റെതുൾപ്പെടെ വിവിധ വകുപ്പുകളുടെ നിയന്ത്രണങ്ങൾ ഏറി വരികയാണെന്നാണ് ആഘോഷ കമ്മിറ്റികളുടെ ആക്ഷേപം. ഓരോ വർഷം ചെല്ലുന്തോറും നിയമങ്ങൾ കർശനമാക്കുകയാണ്. ഇതൊരു പ്രദേശത്തെ മാത്രം വിഷയമല്ലെന്നും സംസ്ഥാനത്തെ മുഴുവൻ ഉത്സവങ്ങളിലും പെരുന്നാളുകളിലും നേർച്ചകളിലും ഈ പ്രതിസന്ധിയുണ്ടെന്നും സർക്കാർ തന്നെ പോംവഴി കണ്ടെത്തണമെന്നും പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി G. രാജേഷ് പറഞ്ഞു. ഉത്സവത്തിൻ്റെ സീസൺ ആരംഭിച്ചെങ്കിലും വളരെ അധികം ബുദ്ധിമുട്ടുകളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് സംഘാടകർ വെടിക്കെട്ടിൻ്റെ ലൈസൻസിനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു രീതിയിലുള്ള സഹകരണങ്ങൾ മറ്റേ ജില്ലാ ഭരണകൂടങ്ങളിൽ നിന്നില്ല. ഒരു വിദഗ്ധ സമിതിയെ വെച്ചിട്ട് ഈ ഉത്സവങ്ങളുടെ പെരുന്നാളുകളിലേക്ക് വെടിക്കെട്ട് എങ്ങനെ നന്നായി നടത്തണമെന്ന് സർക്കാർ തന്നെ ആലോചിച്ച് ഇതിനൊരു പോംവഴി ഉടനെ സംസ്ഥാന സർക്കാർ കണ്ടെത്തേണ്ടതാണ്. തൃശൂർ പൂരം അടുത്തിരിക്കെ പൂരം പ്രദർശനത്തിനുള്ള ഒരുക്കങ്ങൾ ഇനിയും ആരംഭിക്കാനായിട്ടില്ലെന്ന് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി K. ഗിരീഷ് കുമാർ പറഞ്ഞു. ഉത്സവങ്ങൾ തടസ്സപ്പെടുന്ന അവസ്ഥയാണെന്നും രാഷ്ട്രീയ നേതാക്കൾ മൗനം വെടിയണമെന്നും ഗിരീഷ് കുമാർ ആവശ്യപ്പെട്ടു. ഏതും മതത്തിൻ്റെ ആയാലും എല്ലാ ആഘോഷങ്ങളും നടത്തുന്നത് ഇപ്പോൾ നമുക്ക് കോടതിയെ സമീപിക്കേണ്ട ഒരു ഗതികേടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഓരോ നിയമങ്ങൾ വർഷം തോറും ഓരോ നിയമങ്ങൾ അതിൻ്റെ കാഠിന്യം കൂടി വരികയല്ലാതെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംരക്ഷണമോ അല്ലെങ്കിൽ ഈ ആഘോഷങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമങ്ങളോ അവിടെ പാലിക്കപ്പെടേണ്ട കാര്യത്തിലേക്ക് വരുന്നില്ല. ഇതെല്ലാം എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചിന്താഗതിയിലേക്ക് മറ്റുള്ളവർ പോകുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. എന്നാൽ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ മുന്നോട്ട് വരേണ്ട നമ്മുടെ ഇവിടുത്തെ സാമൂഹ്യ രാഷ്ട്രീയ നേതാക്കൾ ഇവരാരും ഒരക്ഷരം പോലും മിണ്ടാതെ മൗനം പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. TCV തൃശൂർ. 10 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് എടക്കുളം സ്വദേശി യമനിൽ നിന്നും നാട്ടിലെത്തി. പൂമംഗലം കുണ്ടൂർ വീട്ടിൽ ദിനേശാണ് 10 വർഷത്തിന് ശേഷം യമനിൽ നിന്നും തിരികെ തന്റെ പ്രിയപ്പെട്ടവരുടെ അരികിലെത്തിയത്. രാവിലെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലെത്തിയ ദിനേശിന് മണിക്കൂറുകളോളമാണ് എമിഗ്രേഷൻ ക്ലിയറൻസിനായി കാത്തിരിക്കേണ്ടി വന്നത്. 10 വർഷത്തിന് ശേഷം താൽക്കാലിക പാസ്പോർട്ട് എടുത്ത് വന്നതിനാലാണ് ഇത്രയും സമയം ചിലവഴിക്കേണ്ടി വന്നത്. ദിനേശിനെ സ്വീകരിക്കാനായി വിപിൻ പാറമേക്കാട്ടിലും ഉണ്ണി പൂമംഗലവും എയർപോർട്ടിലെത്തിയിരുന്നു. പിന്നീട് ദിനേശിന്റെ വീടായ എടക്കുളത്തേക്ക്. തന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാം തന്നെ ദിനേശിനെ സ്വീകരിക്കാനായി കാത്തുനിന്നിരുന്നു. ബാങ്കിൽ ജപ്തി കാത്തുകിടക്കുന്ന ദിനേശിന്റെ വീട് തകർന്ന നാമാവിശേഷമായ അവസ്ഥയിലായിരുന്നു. ദിനേശിന് സ്വന്തമായി വീടും ജോലിയും ഉറപ്പുവരുത്തി ആ കുടുംബത്തെ കൈപിടിച്ചുയർത്താനായി എല്ലാവിധ പരിശ്രമവും ഉണ്ടാകുമെന്നും വിപിൻ പാറമേക്കാട്ടിൽ ഉറപ്പു നൽകി. തുടർന്ന് ദിനേശിന്റെ കുടുംബം താമസിക്കുന്ന നെടുമ്പാളിലെ ഭാര്യഗൃഹത്തിലേക്ക്. 10 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമുള്ള കൂടിക്കാഴ്ച വികാര നിർഭരമായിരുന്നു. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. 10 വർഷത്തിന് ശേഷം നാട്ടിലെത്തിയ ദിനേശിന്റെ കുടുംബവുമായുള്ള കൂടിക്കാഴ്ച വികാരനിർഭരമായി. അച്ഛനെ നേരിൽ കണ്ട ഓർമ്മയില്ലാത്ത മക്കളായ 10 വയസ്സുകാരൻ സായി കൃഷ്ണയും 12 വയസ്സുകാരി കൃഷ്ണവേണിയും
നിറകണ്ണുകളോടെയാണ് ദിനേശിനെ വരവേറ്റത്. സാമ്പത്തിക പ്രയാസത്തെ തുടർന്ന് ജീവിതം കരയ്ക്കടുപ്പിക്കാൻ രണ്ടാമത്തെ കുട്ടിക്ക് 6 മാസം പ്രായമുള്ളപ്പോഴാണ് ഭാര്യ അനിതയെയും കുടുംബത്തെയും വിട്ട് 2014 ദിനേശ് യമനിലേക്ക് പോകുന്നത്. പിന്നീട് യമനിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയും ഇതിനിടയിൽ സ്പോൺസറുടെ കയ്യിൽ ദിനേശിന്റെ പാസ്പോർട്ട് അകപ്പെടുകയും ചെയ്തു. തിരികെ പോരാൻ സാധിക്കാതെ യമനിൽ കഷ്ടതകൾക്ക് നടുവിലായിരുന്നു പിന്നീടുള്ള ജീവിതം. നാട്ടിലെ വീട് കടക്കണിയിൽപ്പെടുകയും ചെയ്തു. ദിനേശിനെ തിരികെ എത്തിക്കാൻ കുടുംബം നിരവധി പേരെ സമീപിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല. നല്ല സന്തോഷം തോന്നുന്നു. നാട്ടിലേക്ക് വന്നപ്പോ അവിടെ കുറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. ജോലികളില്ലാണ്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരുടെ സഹായം ഉണ്ടായിരുന്നു. അപ്പൊ അവിടുത്തെ യമന്റെ മലയാളികളുടെയും ഇവിടുന്ന് വിപിൻ സാറിന്റെ ഉണ്ണിക്കുമാറിന്റെയും നാട്ടിലെ ആളുകളുടെയും എല്ലാവരും സഹായത്തോടുകൂടി നാട്ടിലെത്തി. നല്ല സന്തോഷം. കുടുംബത്തെ എത്തിയപ്പോ എല്ലാവരെയും കണ്ടു. എല്ലാവരോടും നന്ദി. പൊതുപ്രവർത്തകൻ വിപിൻ പാറമേക്കാട്ടിലാണ് പിന്നീട് വിഷയത്തിൽ ഇടപെട്ടത്. ഇന്ത്യൻ എംബസിയുമായും പ്രധാനമന്ത്രിയുടെ ഓഫീസുമായും വിപിൻ നടത്തിയ ഇടപാടുകൾക്ക് ശേഷമാണ് ദിനേശിന് തിരികെ നാട്ടിലെത്താനുള്ള വഴിയൊരുങ്ങിയത്. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. ജില്ലയിലെ തീരദേശ മേഖലയിൽ വ്യാപകമാകുന്ന അവയവ കച്ചവടത്തിൽ സംസ്ഥാന പോലീസ് കാര്യമായ നടപടി സ്വീകരിക്കാത്ത സാഹചര്യത്തിൽ കേന്ദ്ര ഏജൻസിയെ അന്വേഷിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. അവയവ കച്ചവടത്തിനെതിരെ പ്രവർത്തിക്കുന്ന സാന്ത്വനം ജീവകാരുണ്യ സമിതിയുടെ നേതൃത്വത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയിൽ ഹർജി നൽകാനാണ് സമിതിയുടെ തീരുമാനം. ചാവക്കാട് താലൂക്കിലെ മുല്ലശ്ശേരി, വെങ്കിടങ്ങ് പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചാണ് അവയവ കച്ചവടം നടക്കുന്നത്. മുല്ലശ്ശേരി പഞ്ചായത്തിൽ 2 അവയവ കച്ചവടമാണ് നടന്നത്. 2 പുരുഷന്മാരുടെ വൃക്ക, കരൾ എന്നിവയാണ് ഏജന്റുമാർ മുഖേന സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രി വഴി വിറ്റതെന്നും പോലീസ് അന്വേഷണം പ്രഹസനമാണെന്നും മുല്ലശ്ശേരി പഞ്ചായത്ത് മുൻ പ്രസിഡന്റും സാന്ത്വനം ജീവകാരുണ്യ സമിതി പ്രസിഡന്റുമായ CA ബാബു പറഞ്ഞു. പോലീസിന്റെ അന്വേഷണം പ്രഹസനമാണ്. ഇപ്പൊ 6ാം മാസത്തിൽ നമ്മൾ മുഖ്യമന്ത്രിക്ക് വീണ്ടും എന്താണ് ഒരു തുടരന്വേഷണം വേണമെന്നിട്ട് അപേക്ഷ കൊടുത്തു. പക്ഷെ നമ്മൾ യാതൊരു നടപടി 6 മാസം 7 മാസമായിട്ട് യാതൊരു നടപടിയില്ലാത്ത പോലീസ് ഇതൊക്കെ അറിഞ്ഞിട്ട് ഒരു FIR ഇടാൻ പോലും ബന്ധപ്പെട്ട പോലീസ് മദർ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ പാവർട്ടി സ്റ്റേഷൻ അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലാ കമ്മീഷണർ അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് മൊഴിയൊക്കെ എടുത്ത് പോയതാ, സിറ്റി പോലീസ് കമ്മീഷണർ അവിടെ നിന്ന്. പക്ഷെ യാതൊരു നടപടിയില്ല. ഒരു FIR പോലും പോലീസ് ഇതിന്മേ ഇടുന്നില്ല. ഏജന്റുമാർ മുഖേന തീരദേശ മേഖലയിൽ നിരവധി പേരുടെ അവയവ കച്ചവടം നടന്നതോടെ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും സാന്ത്വനം ജീവകാരുണ്യ സമിതി പരാതി നൽകിയിരുന്നു. ഇതിനെ തുടർന്ന് സംസ്ഥാന തലത്തിൽ സ്പെഷ്യൽ ടീമിന്റെ സമഗ്ര അന്വേഷണം നടന്നെങ്കിലും ഒരു പുരോഗതിയും ഉണ്ടായില്ല. CBI അന്വേഷണമെന്ന ആവശ്യവുമായി സമിതിയുടെ നേതൃത്വത്തിൽ മുന്നോട്ടു പോകുമെന്ന് CA ബാബു കൂട്ടിച്ചേർത്തു. CBI അന്വേഷണം വേണം, അല്ലെങ്കിൽ ഈ അന്വേഷണം യാതൊരു തരത്തിലെത്തില്ല. കഴിഞ്ഞ മെയ് മാസത്തിലുണ്ടായിരുന്ന ആ മാധ്യമങ്ങളുടെ ആ വാർത്തയെ തുടർന്ന് നമ്മളിത് നിലച്ചു എന്ന് വിചാരിച്ചു. പക്ഷെ 2 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും കരളും വൃക്കയും ഒക്കെ തന്നെ ഈ ഭാഗത്തുള്ള ആൾക്കാരെ ഭാഗത്തുനിന്ന് ഈ അവയവ മാഫിയ കച്ചവടം ചെയ്തിരിക്കുക. ഇപ്പൊ തൃശ്ശൂരോ എറണാകുളത്തൊന്നല്ല അത് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുന്നത്, അത് തിരുവനന്തപുരം പോലുള്ള സംസ്ഥാനത്ത്. അപ്പൊ ഇത് വലിയൊരു മാഫിയ ഇതിന് പിന്നിലുണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ്. TCV ന്യൂസ്, പാവറട്ടി. മണലൂർ പുത്തനങ്ങാടിയിൽ വീട് ഭാഗികമായി കത്തിനശിച്ചു. മുല്ലശ്ശേരി വീട്ടിൽ രവി വാടകയ്ക്ക് താമസിക്കുന്ന ഓടിട്ട വീടിനാണ് തീപിടിച്ചത്. അടുപ്പിൽ നിന്നാണ് തീ ഉയർന്നത്. സമീപം കൂട്ടിയിട്ടിരുന്ന വിറകിലേക്ക് തീ പടർന്ന് ആളിക്കത്തുകയായിരുന്നു. തീ കത്തുന്നത് കണ്ട് സമീപത്തെ വീട്ടുകാർ മോട്ടോർ അടിച്ച് തീ കെടുത്തിയതിനാൽ വൻ അപകടമൊഴിവായി. നാട്ടികയിൽ നിന്ന് അഗ്നിശമന സേനയും സ്ഥലത്തെത്തിയിരുന്നു. തീപിടുത്തത്തിന്റെ വീടിന്റെ മേൽക്കൂരയും വസ്ത്രങ്ങളും ഭക്ഷ്യവസ്തുക്കളും ഇലക്ട്രിക് ഉപകരണങ്ങളും കത്തിനശിച്ചിട്ടുണ്ട്. ജനലുകളുടെ ചില്ലുകൾ പൊട്ടിത്തെറിച്ചു. അഗ്നിസുരക്ഷാ സേനാ പ്രവർത്തകർ വീട്ടിലെ പാചകവാതക സിലിണ്ടർ പുറത്തേക്ക് മാറ്റി അപകടമൊഴിവാക്കി. സുധീർ എന്നയാളുടേതാണ് വീട്. 6 വർഷമായി രവി ഈ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു. കൊടുങ്ങല്ലൂരിന് സമീപം മൂത്തകുന്നത്ത് ചരക്ക് ലോറിക്ക് തീപിടിച്ചു. ദേശീയപാത 66-ലായിരുന്നു സംഭവം. പൂക്കാട്ടുപടിയിൽ നിന്നും കൊടുങ്ങല്ലൂരിലേക്ക് അരിയുമായി പോകുകയായിരുന്ന ലോറിയാണ് കത്തി നശിച്ചത്. അഗ്നിശമന സേന എത്തിയാണ് തീ അണച്ചത്. ഗുരുവായൂർ കുനുമുച്ചിയിൽ മാരുതി ഓമ്നി വാൻ കത്തിനശിച്ചു. അരിയന്നൂർ ജുമാ മസ്ജിദിന് സമീപം നാലകത്ത് അൻഷാദിന്റെ വാനാണ് കത്തിയത്. ഗുരുവായൂർ കുന്നുകുളം എന്നിവിടങ്ങളിൽ നിന്നും ഫയർഫോഴ്സ് എത്തി അരമണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ തീ അണച്ചു. കാർ പൂർണ്ണമായും കത്തിനശിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം.
കുഴപ്പമില്ല, അത് ഇനി കുഴപ്പമില്ല, ഇനി കുഴപ്പമില്ല, ഇനി ഒരു വണ്ടിയുള്ളൂ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ഒരു വിഭാഗം അധ്യാപകരും സർക്കാർ ജീവനക്കാരും നടത്തിയ പണിമുടക്ക് ജില്ലയിൽ ഭാഗികം. സെറ്റോയുടെയും ഭരണപക്ഷ സംഘടനയായ ജോയിന്റ് കൌൺസിലിന്റെയും നേതൃത്വത്തിലായിരുന്നു പണിമുടക്ക്. കളക്ട്രേറ്റിൽ റവന്യൂ വകുപ്പിലെ 90% പേരും പണിമുടക്കിൽ പങ്കെടുത്തു. തൃശൂർ താലൂക്ക് ഓഫീസിലും ഹാജർ നില കുറവായിരുന്നു. സെറ്റോയുടെ നേതൃത്വത്തിൽ പണിമുടക്കിയ ജീവനക്കാർ തൃശൂരിൽ പ്രകടനം നടത്തി. തൃശൂർ പാറമേക്കാവ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം മുൻ MP TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. സെറ്റോ ജില്ലാ ചെയർമാൻ KV സനൽകുമാർ അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി A പ്രസാദ്, NGO അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഡെയ്സൺ സായിദ റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. റഷ്യൻ കൂലിപ്പട്ടാളത്തിലേക്ക് മനുഷ്യക്കടത്ത് നടത്തിയ കേസിൽ റിമാൻഡിലായിരുന്ന 3 പ്രതികളെ വടക്കാഞ്ചേരി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തി. വേലൂർ വെങ്ങിലശ്ശേരി പാടത്ത് സിബി, എറണാകുളം മഞ്ഞളി സന്ദീപ് തോമസ്, പാലക്കൽ ചൊക്കാലക്കൽ സുമേഷ് C. ആന്റണി എന്നിവരെയാണ് വടക്കാഞ്ചേരി CI റിജിൻ M. തോമസിന്റെ നേതൃത്വത്തിലുള്ള സംഘം കുന്നംകുളം കോടതിയിൽ നിന്ന് 2 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത്. ചാലക്കുടിയിലുള്ള സുമേഷ് ആന്റണിയുടെ സ്ഥാപനത്തിൽ പോലീസ് തെളിവെടുപ്പ് നടത്തി. പ്രതികളെ വ്യാഴാഴ്ച കോടതിയിൽ ഹാജരാക്കും. തെക്കുംകര കുത്തുപാറ തെക്കേമുറിയിൽ ജെയിൻ, റഷ്യയിൽ യുദ്ധത്തിനിടെ കൊല്ലപ്പെട്ട കുട്ടനല്ലൂർ സ്വദേശി ബിനിൽ എന്നിവരിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുത്തതിനു ശേഷം കൂലിപ്പട്ടാളത്തിൽ എത്തിച്ചെന്ന ജെയിനിന്റെ പിതാവ് കുര്യൻ, ബിനിലിന്റെ ഭാര്യ ജോയ്സി എന്നിവർ നൽകിയ കൂടുതൽ അന്വേഷണത്തിന്റെ ഭാഗമായാണ് നടപടി. റഷ്യയിലേക്ക് പോകുന്നതിന് മുൻപ് പ്രതികൾ യുവാക്കളിൽ നിന്ന് കരാർ വാങ്ങിയിരുന്നു. പിന്നീട് കൂടുതൽ വ്യവസ്ഥകൾ എഴുതി ചേർത്തെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. ബിനിൽ അടക്കമുള്ളവരുടെ പേരിൽ വ്യാജ രേഖ ഉണ്ടാക്കിയതായാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത്. ക്ഷേത്രകുളത്തിൽ കുളിക്കാനിറങ്ങിയ യുവതി മുങ്ങി മരിച്ചു. ചേലക്കര കിള്ളിമംഗലം പുക്കുളങ്ങര വീട്ടിൽ ഗിരീഷിന്റെ ഭാര്യ 25 വയസ്സുള്ള നമിതയാണ് മരിച്ചത്. കിള്ളിമംഗലത്ത് പളുങ്കിൽ ശിവക്ഷേത്രകുളത്തിൽ കുളിക്കുന്നതിനിടയിലാണ് അപകടം. ഭർത്താവുമൊത്ത് കുളിക്കാനെത്തിയതായിരുന്നു ഇവർ. കാൽവഴുതി വെള്ളത്തിൽ വീണ് മുങ്ങിപ്പോകുകയായിരുന്നു. ഭർത്താവിന്റെ നിലവിളി കേട്ടാണ് നാട്ടുകാർ എത്തിയത്. വടക്കാഞ്ചേരി ഫയർഫോഴ്സ് സ്ഥലത്തെത്തി മൃതദേഹം പുറത്തെടുത്ത് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. 2.5 വർഷം മുൻപാണ് നമിതയുടെയും ഗിരീഷിന്റെയും വിവാഹം നടന്നത്. കാരമുക്ക് പുതുർക്കോവ് ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ വീണ്ടും മോഷണ ശ്രമം. ക്ഷേത്ര സംരക്ഷണ സമിതി ഭാരവാഹികൾ റോഡരികിലെ ക്ഷേത്ര ഭണ്ഡാരം തുറന്നു നോക്കിയപ്പോഴാണ് മോഷണ ശ്രമം കണ്ടെത്തിയത്. ഭണ്ഡാരത്തിനുള്ളിൽ കരിയോയിലൊഴിച്ച് പണം നശിപ്പിച്ച നിലയിലായിരുന്നു. കഴിഞ്ഞ വർഷം 2 തവണ ക്ഷേത്ര ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന് മോഷണം നടത്തിയിരുന്നു. അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതായി ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് ഷാജി കുറുപ്പത്ത് പറഞ്ഞു. സാമൂഹ്യ വിരുദ്ധർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണമെന്ന് സെക്രട്ടറി PB വേണു, ട്രഷറർ K. സൂര്യനാരായണൻ തുടങ്ങിയവർ ആവശ്യപ്പെട്ടു. സമൂഹത്തിന്റെ സ്പന്ദനങ്ങൾ തിരിച്ചറിയാനും ജീവൽ പ്രശ്നങ്ങൾ നേരിടാനും ക്യാമ്പസുകളിൽ ജനാധിപത്യ രാഷ്ട്രീയം ആവശ്യമാണെന്ന് മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ് പറഞ്ഞു. തൃശൂർ ശ്രീ കേരളോർമ്മ കോളേജിലെ ഫോറം ഫോർ ഡെമോക്രസി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് സംഘടിപ്പിച്ച മോഡൽ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യം ജനാധിപത്യ രാജ്യമായി തന്നെ നിലനിന്ന് പോകണമെങ്കിൽ ക്യാമ്പസുകളിൽ ജനാധിപത്യം ഉണ്ടാകണമെന്നും ജനാധിപത്യ സംസ്കാരം വളർത്തുന്ന ഇടമാണ് ക്യാമ്പസെന്നും C. രവീന്ദ്രനാഥ് പറഞ്ഞു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ K. ജയനിഷ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ KV അരുൺ, ഡോക്ടർ ബിനോജ് ജോസ്, മുൻ നിയമസഭാ ജോയിന്റ് സെക്രട്ടറി K. പുരുഷോത്തമൻ, മുൻ ഡെപ്യൂട്ടി സെക്രട്ടറി KK ബാലമുരളി കൃഷ്ണൻ, കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ AG ഗോപിക, നന്ദന തുടങ്ങിയവർ സംസാരിച്ചു. കടങ്ങോട് സ്വാമിപ്പടിയിൽ കാട്ടുപന്നി ഇടിച്ചതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട് ഓട്ടോറിക്ഷ മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റു. കടങ്ങോട് മനപ്പടി സ്വദേശി സുരേഷിനാണ് പരിക്കേറ്റത്. കടങ്ങോട് ഭാഗത്തേക്ക് യാത്രക്കാരെ എടുക്കാൻ പോകുന്നതിനിടെ റോഡരികിലെ പറമ്പിൽ നിന്ന് ഓടിവന്ന പന്നി ഇടിച്ചതിനെ തുടർന്ന് ഓട്ടോറിക്ഷ മറിയുകയായിരുന്നു. ഡ്രൈവറുടെ പരിക്ക് സാരമുള്ളതല്ല. ഓട്ടോറിക്ഷയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. തെരുവ് ബാല്യമുക്തമെന്ന ലക്ഷ്യമകലെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിക്കുന്ന കുട്ടികളെ യാചകവൃത്തിക്ക് ഉപയോഗിക്കുന്നു. പിന്നിൽ ഭിക്ഷാടന മാഫിയയെന്ന് സംശയം. ഗുരുവായൂർ ഉൾപ്പെടെയുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിലും ദേശീയപാതകളിലും ഭിക്ഷാടനം നടത്തുന്ന കുട്ടികൾ ഇപ്പോൾ പതിവ് കാഴ്ചയാവുകയാണ്. തമിഴ്നാട്ടിൽ നിന്നെത്തുന്നവരും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികളും ഇക്കൂട്ടത്തിലുണ്ട്. ഇയർബഡ്സ്, മാല എന്നിവ വിൽപ്പന നടത്തുകയെന്ന പേരിൽ ഭിക്ഷാടനം നടത്തുന്നവരുമുണ്ട്. പിഞ്ചുകുട്ടികളുമായി ഭിക്ഷാടനം നടത്തുന്ന സ്ത്രീകളെയും കാണാം. ഈ കുട്ടികൾക്ക് പിന്നിൽ ഒരു സംഘം തന്നെയുണ്ട്. ഇവരാണ് കുട്ടികളെ യാചകവൃത്തിക്ക് ഉപയോഗിക്കുന്നത്. ഭിക്ഷയെടുക്കാൻ കുട്ടികൾക്ക് മാഫിയ സംഘം പരിശീലനം നൽകുന്നുണ്ടെന്നാണ് സൂചന.
ഓരോ മേഖലയിലും തമ്പടിച്ചാണ് ഇക്കൂട്ടരുടെ ഭിക്ഷാടനം. തെരുവ് ബാല്യ വിമുക്ത കേരളം എന്ന ലക്ഷ്യത്തോടെ ശരണബാല്യം ഉൾപ്പെടെ വിപുലമായ പദ്ധതികൾ നടപ്പാക്കുന്നതിനിടെയാണ് സംസ്ഥാനത്ത് ബാലഭിക്ഷാടനവും ബാലവേലയും വർദ്ധിക്കുന്നത്. TCV തൃശൂർ. സംസ്ഥാനത്ത് സ്വർണ്ണവില ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിൽ. ഒരു പവൻ സ്വർണത്തിന്റെ വില 60,200 രൂപയിലെത്തി. പവന് 600 രൂപയാണ് കൂടിയത്. ഗ്രാമിന് 75 രൂപ കൂടി 7,525 രൂപയായി. തിങ്കളാഴ്ച പവന് 120 രൂപ വർദ്ധിച്ച് സ്വർണ്ണവില ചൊവ്വാഴ്ച മാറ്റമില്ലാതെയാണ് തുടർന്നത്. ഇതിന് പിന്നാലെയാണ് റെക്കോർഡ് കുതിപ്പ്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 31 രേഖപ്പെടുത്തിയ 59,640 രൂപയുടെ റെക്കോർഡാണ് മറികടന്നത്. തൃശൂർ സെന്റ് മേരീസ് കോളേജ് സയൻസ് ആൻഡ് ആപ്ലിക്കേഷൻ വിഭാഗം സംഘടിപ്പിച്ച ടെക് ഫെസ്റ്റിന് വിദ്യാർത്ഥിനികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബോടെ തുടക്കമായി. ഫേസ് പെയിന്റിംഗ്, ബ്ലൈൻഡ് കോഡിംഗ്, കോഡ് മാരത്തൺ, സ്പോർട് കൊറിയോഗ്രാഫി, ട്രഷർ ഹണ്ട്, ഗ്രൂപ്പ് ഡാൻസ്, ഡീബഗിംഗ്, ഫോട്ടോഗ്രാഫി എന്നീ ഇനങ്ങളിൽ വിവിധ കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ മാറ്റുരച്ചു. രണ്ടാം ദിവസമായി വ്യാഴാഴ്ച ട്രഷർ ഹണ്ട്, ഗ്രൂപ്പ് ഡാൻസ് മത്സരങ്ങൾ അരങ്ങേറും. സ്റ്റാഫ് കോർഡിനേറ്റർമാരായ മോൻസി തോമസ് പി, CS അഞ്ജന, സ്റ്റുഡന്റ് കോർഡിനേറ്റർമാരായ അനിഖ ബിജു, സാനിയ പ്രസാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ചേട്ടാ ഒരാൾ കൂടി കാണിച്ചോ. ഡ്രോൺ പൈലറ്റ് എന്ന് വിളിച്ച സുധാ ദേവദാസ് കേന്ദ്ര സർക്കാരിന്റെ കലണ്ടറിൽ ഇടം പിടിച്ചു. കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഔദ്യോഗിക കലണ്ടറിലേക്ക് പ്രധാനമന്ത്രി തെരഞ്ഞെടുത്ത ചിത്രങ്ങളിലാണ് മാള എരവത്തൂർ സ്വദേശിയായ സുധയുള്ളത്. മഹാരാഷ്ട്രയിലെ ജൽഗാവിൽ നടന്ന ലാഖ്പതി പരിപാടിയിലെ മുഖാമുഖത്തിൽ പ്രധാനമന്ത്രിയോട് സംസാരിക്കുന്ന സുധാ ദേവദാസിന്റെ ചിത്രമാണ് കലണ്ടറിലെ മാർച്ച് മാസത്തെ മുഖചിത്രമായി പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. പ്രധാനമന്ത്രിയുമായി സംവദിച്ച കേരളത്തിൽ നിന്നുള്ള ഏക വ്യക്തി സുധയാണ്. അന്നത്തെ മുഖാമുഖത്തിലെ ഒരേയൊരു ചിത്രം മാത്രമാണ് കലണ്ടറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കലണ്ടറിലേക്കുള്ള 3 ചിത്രങ്ങളാണ് ഓഫീസിൽ നിന്ന് പ്രധാനമന്ത്രിക്ക് നൽകിയിരുന്നതെന്നാണ് സൂചന. അതിൽ നിന്നാണ് സുധാ ദേവദാസുമായുള്ള സംവാദത്തിന്റെ ചിത്രം തിരഞ്ഞെടുത്തത്. പ്രധാനമന്ത്രിയായിട്ട് സംവദിക്കാൻ ഒരു അവസരം എനിക്ക് മഹാരാഷ്ട്രയിലുള്ള ജൽഗാവിൽ വെച്ചിട്ട് ലഖ്പതി ദീദി സമ്മേളനത്തിൽ കിട്ടിയിരുന്നു. സെൻട്രൽ ഗവൺമെന്റ് പുറത്തിറക്കിയ കലണ്ടറിൽ മാർച്ച് മാസത്തെ ഫോട്ടോ അതിലുള്ളത് നമ്മുടെ ഈ ലഖ്പതി ദീദി സമ്മേളനത്തിൽ ഞാനുള്ള ആ ഒരു ഫോട്ടോ ആയിരുന്നു. എന്തായാലും ഒരു മാസം അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് പുറത്തിറങ്ങുന്ന കലണ്ടറിൽ നമുക്കൊരു നമ്മുടെ പടം വരിക എന്നുള്ളത് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ മാധ്യമങ്ങൾ ശ്രമിച്ചതിലും സന്തോഷം. മുഖാമുഖത്തിൽ പ്രധാനമന്ത്രി ഡ്രോൺ പൈലറ്റ് എന്ന് വിശേഷിപ്പിച്ചത് സുധാ ദേവദാസിനെ ഞെട്ടിച്ചിരുന്നു. കൃഷിയിടത്തിൽ മരുന്നും വളവും പ്രയോഗിക്കുന്നതിന് ഡ്രോൺ ഉപയോഗിക്കാനുള്ള പരിശീലനവും ലൈസൻസും ഇവർക്കുണ്ട്. എരവത്തൂർ സ്വദേശി മാങ്ങാക്കുഴി വീട്ടിൽ ദേവദാസിന്റെ ഭാര്യയായ സുധ മാളയിൽ മഹിള റൈസ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി ഡയറക്ടറും കർഷകിയുമാണ്. ചൂരൽമല ദുരന്തത്തിൽ ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുട്ടിയോട് സംസാരിക്കുന്ന ചിത്രവും കലണ്ടറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ് കലണ്ടറിന്റെ പേജുകൾ എക്സിലൂടെ പങ്കുവച്ചിട്ടുള്ളത്. TCV ന്യൂസ് മാള. മയക്കുമരുന്ന് കേസിൽ ശിക്ഷിക്കപ്പെട്ട് പരോളിലിറങ്ങിയ മുങ്ങിയ പ്രതിയെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു. ആലുവ തായ്ക്കാട്ടുകര കരിപ്പായി വീട്ടിൽ ഷഫീഖിനെയാണ് ചാലക്കുടി SHO MK സജീവിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. 2020 ലോറിയിൽ 140 കിലോ കഞ്ചാവ് കടത്തിയ കേസിലാണ് ഇയാളടക്കം 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. 10 വർഷത്തെ കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട് തൃശൂർ സെൻട്രൽ ജയിലിൽ കഴിയുമ്പോഴാണ് പരോൾ ലഭിച്ചത്. ഒളിവിൽ പോയ പ്രതിയെ 2 വർഷത്തിന് ശേഷം സാഹസികമായാണ് ചാലക്കുടി പോലീസ് പിടികൂടിയത്.
കൊടുങ്ങല്ലൂരിൽ ബൈക്ക് യാത്രികരായ കുടുംബത്തെ കരിങ്കല്ലുകൊണ്ട് മുഖത്തടിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. മതിലകം സ്വദേശി ആലിപ്പറമ്പിൽ അൽത്താഫിനെയാണ് കൊടുങ്ങല്ലൂർ CI BK അരുൺ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 17-ാം തീയതി പടാക്കുളത്ത് വെച്ചായിരുന്നു സംഭവം. ബൈക്കിൽ മക്കളുമൊത്തു പോകുകയായിരുന്ന മേത്തല സ്വദേശികളായ നിതീഷ് കൃഷ്ണൻ, സുഹൃത്ത് ജിഷ്ണു എന്നിവരെയാണ് അൽത്താഫ് ആക്രമിച്ചത്. SI-മാരായ സാലിം, സജിൽ, രാജി, പോലീസ് ഉദ്യോഗസ്ഥരായ ബിനിൽ, സുബീഷ്, ഡാൻസാഫ് അംഗങ്ങളായ SI പ്രദീപ് കുമാർ, ലിജു, ബിജു, നിഷാന്ത് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. മഫ്തിയിൽ പട്രോളിംഗിനിറങ്ങിയ എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടറുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി ഭീഷണിപ്പെടുത്തിയ 4 പേർക്കെതിരെ മാള പോലീസ് കേസെടുത്തു. പുത്തഞ്ചിറ സ്വദേശികളായ ഷെഫി, സാലിഹ്, തിരുവനന്തപുരം സ്വദേശി ആൽബി, മാള സ്വദേശി മുഹമ്മദ് അസീം എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. വടമ എക്സൈസ് ഓഫീസിലെ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ പ്രിൻസിന്റെ പരാതിയിലാണ് നടപടി. കുന്നുകുളം, പെലക്കാട്ട്, പയ്യൂർ, മഹർഷിക്കാവ് ക്ഷേത്രത്തിലെ പൂരം വർണ്ണാഭമായി. രാവിലെ ആരംഭിച്ച ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം ഉച്ചയ്ക്ക് ദേവസ്വം പൂരം എഴുന്നള്ളിച്ചു. തുടർന്ന് 7 ദേശങ്ങളിൽ നിന്നായി വന്ന ദേശപൂരങ്ങൾ ക്ഷേത്രത്തിലെത്തി സമാപിച്ചു. പാണ്ഡ്യമേളത്തോടെയുള്ള കൂട്ടിയെഴുന്നള്ളിപ്പിൽ 12 ഗജവീരന്മാർ അണിനിരന്നു. വിവിധ ദേശക്കാരുടെ തെയ്യം, തിറ, കാവടി തുടങ്ങിയ കലാരൂപങ്ങൾ ക്ഷേത്രമൈതാനിയിലെത്തി സമാപിച്ചു. സ്വർണ്ണവെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7490 രൂപ, പവന് 59,920 രൂപ. വെള്ളി ഗ്രാമിന് 99 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3297 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകൾ. അതിരപ്പള്ളി കാലടി പ്ലാന്റേഷൻ പ്രദേശത്ത് മസ്തകത്തിൽ മുറിവേറ്റ ആനയെ വിദഗ്ധ ചികിത്സയ്ക്ക് പിടികൂടാനുള്ള വനപാലകരുടെ ആദ്യ ശ്രമം പാളി. ദൌത്യം വ്യാഴാഴ്ച പുനരാരംഭിക്കും. തൃശൂർ സ്വരാജ് റോഡിന്റെ ഇന്നർ ഫുട്പാത്ത് നവീകരണം. കോർപ്പറേഷനെതിരെ കോടതി അലക്ഷ്യ കേസിന് ഹൈക്കോടതി വീണ്ടും സമീപിക്കാനൊരുങ്ങി പരാതിക്കാരൻ. ഉത്സവാഘോഷങ്ങൾ പ്രതിസന്ധിയിലാകുന്നതിന്റെ ആശങ്കയിൽ പൂരപ്രേമികൾ. ആശങ്ക പരിഹരിക്കാൻ സർക്കാർ ഇടപെടണമെന്ന് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വം. 10 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് യമനിൽ നിന്നും എടക്കുളം സ്വദേശി ദിനേശ് നാട്ടിലെത്തി. കുടുംബവുമായുള്ള ദിനേശിന്റെ കൂടിക്കാഴ്ച വികാരനിർഭരമായി. ജില്ലയിലെ തീരദേശ മേഖലയിലെ അവയവ കച്ചവടം സംസ്ഥാന പോലീസ് കാര്യക്ഷമമല്ലെന്ന് ആക്ഷേപം. കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് മുല്ലശ്ശേരി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് CA ബാബു. മണലൂർ പുത്തനങ്ങാടിയിൽ വീട്ടിൽ തീപിടുത്തം. സാധന സാമഗ്രികൾ കത്തിനശിച്ചു. കൊടുങ്ങല്ലൂർ മൂത്തകുന്നത്ത് ചരക്ക് ലോറിയും പൊന്നുമുച്ചിയിൽ ഒമ്നി വാനും കത്തിനശിച്ചു. ഒരു വിഭാഗം അധ്യാപകരും സർക്കാർ ജീവനക്കാരും നടത്തിയ പണിമുടക്ക് ജില്ലയിൽ ഭാഗികം. സർക്കാർ ഓഫീസിൽ ഹാജർ നിലക്കുറവ്. പണിമുടക്കിയ ജീവനക്കാർ വിവിധ കേന്ദ്രങ്ങളിൽ പ്രകടനം നടത്തി. റഷ്യൻ കൂലിപ്പട്ടാളത്തിലേക്ക് മനുഷ്യക്കടത്ത് നടത്തിയ കേസിൽ അറസ്റ്റിലായ പ്രതികളുമായി വടക്കാഞ്ചേരി പോലീസ് തെളിവെടുപ്പ് നടത്തി. പ്രതികളെ വ്യാഴാഴ്ച കോടതിയിൽ ഹാജരാക്കി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.